ഹലോ ബേബി ടീച്ചേഴ്സ്. ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നതാണ് ബുദ്ധിസ്റ്റ് എഡ്യൂക്കേഷനെ പറ്റിയാണ്. ബുദ്ധിസ്റ്റ് എഡ്യൂക്കേഷൻ, ബുദ്ധിസം എന്ന് പറയുമ്പോൾ നമ്മൾ പെട്ടെന്ന് ഓർത്ത് വെക്കേണ്ട ഒരു പേരാണ് ഗൗതമ ബുദ്ധ. ഈ ബുദ്ധിസം സ്റ്റാർട്ട് ചെയ്തത് 600 BC-യിലാണ്. ബുദ്ധിസത്തെക്കുറിച്ച് പറയുമ്പോൾ അതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് ആ സമയത്തുണ്ടായിരുന്ന ഹിന്ദുയിസത്തിൽ ഒരു റിഫോർമേഷൻ കൊണ്ടുവരാൻ വേണ്ടി, അല്ലെങ്കിൽ ഹിന്ദുയിസത്തിൻ്റെ ഡ്രോബാക്സിനെ ഒക്കെ അതിനെയൊക്കെ മാറ്റിയിട്ട് കാസ്റ്റ് സിസ്റ്റം ഒന്നുമില്ലാതെ വന്ന ഒരു പുതിയൊരു ഫിലോസഫിയാണ് ബുദ്ധിസ്റ്റ് ഫിലോസഫി, അല്ലെങ്കിൽ ഒരു പുതിയൊരു റിലീജിയനാണ് ബുദ്ധിസ്റ്റ് റിലീജിയൻ. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഗൗതമ ബുദ്ധയാണ് ഈ ഒരു റിലീജിയൻ്റെ ഫൗണ്ടർ. റിലീജിയസ് റെവല്യൂഷൻ സ്റ്റാർട്ടഡ് ഇൻ ആൻഷ്യന്റ് ഇന്ത്യ ഇൻ 600 BC ആൻഡ് എ ന്യൂ ഡോക്ട്രൈൻ ഓർ സിസ്റ്റം ഡെവലപ്ഡ് വിച്ച് ഈസ് കോൾഡ് ബുദ്ധിസ്റ്റ് ഡോക്ട്രൈൻ ഓർ ബുദ്ധിസ്റ്റ് ഫിലോസഫി. Buddhism made a tremendous movement which played a valuable role in the development of education system in ancient India or ancient Buddhist world. Buddhism founded by Gautama Buddha. Sri Buddha gave great importance to education. The monasteries or viharas were the centers of education during Buddhist period. Buddhist education was based on the teachings of Gautama Buddha. In the monasteries, the people and the Ubadhyay were living together. അപ്പോൾ ഗൗതമ ബുദ്ധയാണ് ബുദ്ധിസം ഫൗണ്ട് ചെയ്തതെന്ന് പറഞ്ഞു. ബുദ്ധിസ്റ്റ് എഡ്യൂക്കേഷൻ, അല്ലെങ്കിൽ ഗൗതമ ബുദ്ധയ്ക്ക് എഡ്യൂക്കേഷന് വളരെ ഇമ്പോർട്ടൻസ് കൊടുത്ത ഒരാളായിരുന്നു ഗൗതമ ബുദ്ധൻ. ബുദ്ധിസ്റ്റ് എഡ്യൂക്കേഷൻ്റെ സ്കൂളുകൾ, അല്ലെങ്കിൽ ബുദ്ധിസ്റ്റ് എഡ്യൂക്കേഷൻ കൊടുത്തിരുന്നത് മൊണാസ്ട്രീസിൽ അല്ലെങ്കിൽ വിഹാരാസിലായിരുന്നു. ആ ഒരു ബുദ്ധിസം അല്ലെങ്കിൽ ബുദ്ധിസ്റ്റ് എഡ്യൂക്കേഷനൊക്കെ ബേസ് ചെയ്തിരിക്കുന്നത് ഗൗതമ ബുദ്ധയുടെ ടീച്ചിങ്സ് ആണ്. ഗൗതമ ബുദ്ധയുടെ തത്വങ്ങളാണ് ബുദ്ധിസ്റ്റ് എഡ്യൂക്കേഷനിൽ പഠിപ്പിച്ചിരുന്നത്. ബുദ്ധിസ്റ്റ് എഡ്യൂക്കേഷനിൽ ടീച്ചേഴ്സിന് പറഞ്ഞിരുന്ന പേര് ഉപാധ്യായ് എന്നായിരുന്നു. ചില റെഫറൻസുകളിൽ നമുക്ക് ആചാര്യ എന്നും കാണാം. ഓക്കെ, അപ്പോൾ ഉപാധ്യായയും പീപ്പിളും കൂടെ ഒന്നിച്ചാണ് താമസിച്ചിരുന്നത്. നമ്മളുടെ ഗുരുകുല വിദ്യാഭ്യാസം പോലെ തന്നെയാണ് വിഹാരാസിൽ ഉപാധ്യായയും സ്റ്റുഡൻസും ഒന്നിച്ചാണ് താമസിച്ചിരുന്നത്. The first act of admission was called the Pabaja, or the preparatory ordination for education. After this ordination, at the age of 8, the boy would enter the monastery as a Shramana. Pabaja means going out. According to this ceremony, the students being admitted to a monastery had to renounce all his worldly and family relations. അപ്പോൾ ഒരു കുട്ടി എഡ്യൂക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന അഡ്മിഷൻ സെറിമണിയെ പറയുന്ന പേരാണ് പബജ. പബജ കഴിഞ്ഞ ഒരു കുട്ടി അറിയപ്പെടുന്നത് ശ്രാമണ എന്നാണ്. പബജയുടെ ആ ഒരു ഏജ്, പബജ നടത്തുന്ന ആ ഒരു ഏജാണ് 8 വയസ്സ്. 8 വയസ്സായ ഒരു ആൺകുട്ടിയാണ് പബജയിലൂടെ കടന്നു പോകാൻ പ്രാപ്തനായിരിക്കുന്നത് ഒരു കുട്ടി. ആ കുട്ടി പബജയ്ക്ക് ശേഷം അറിയപ്പെടുന്ന പേരാണ് ശ്രാമണ. പബജ എന്ന് പറയുന്നത് ആ ഒരു സെറിമണിയിലൂടെ കടന്നു പോയി കഴിഞ്ഞാൽ ഈ ലോകത്തിൽ നിന്നൊക്കെ ആ കുട്ടി പുറത്തേക്ക് വരികയാണ്. അതായത് ഫാമിലി റിലേഷൻസ് അല്ലെങ്കിൽ വേൾഡ്ലി ഡിസയേഴ്സ്, ഇതിൽ നിന്നൊക്കെ പുറത്തേക്ക് വന്ന് ഈ കുട്ടി മുഴുവനായിട്ടും ആ ഒരു എഡ്യൂക്കേഷന് വേണ്ടി ആ ഒരു മൊണാസ്ട്രിയുടെ പാർട്ടായിട്ട് മാറുകയാണ്. അതിനുശേഷം പബജയ്ക്ക് ശേഷം ഈ കുട്ടിക്ക് ഫാമിലി റിലേഷൻസോ അല്ലെങ്കിൽ മറ്റ് ബന്ധങ്ങളോ ഒന്നും ഉണ്ടാവില്ല. An individual belongs to any caste could be admitted to a monastery. Before admission to order, the boy had to take oath of 3 refutes. Buddham sharanam gacchami, dharmam sharanam gacchami and sangham sharanam gacchami. അപ്പോൾ ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞു
ഹിന്ദുയിസത്തിൻ്റെ റിഫോർമേഷൻ ആയിട്ട്, അല്ലെങ്കിൽ ഹിന്ദുയിസത്തിൽ ചില റിഫോർമേഷൻ വരുന്നതിൻ്റെ ഭാഗമായിട്ട് വന്നൊരു റിലീജിയനാണ് ബുദ്ധിസം എന്ന് പറഞ്ഞു. അത് നമുക്കിവിടെ ക്ലിയർ ആയിട്ട് കാണാം. എന്താണ് പബജ എന്ന സെറിമണി, ആ ഒരു സെറിമണിയിലൂടെ കടന്നു പോകാൻ ഏത് കാസ്റ്റിൽപ്പെട്ട ആൾക്കും എന്താണ് കഴിയും ആയിരുന്നു, അല്ലെങ്കിൽ അവരൊക്കെ ഏത് കാസ്റ്റിലുമുള്ള ആൾക്കാരെയും എന്താണ് ഈ പബജ സെറിമണി ചെയ്യാൻ അനുവദിച്ചിരുന്നു എന്നാണ് പറയുന്നത്. കാരണം എന്താണ്, ബുദ്ധിസത്തിൽ ഒരു കാസ്റ്റ് ബാരിയർ ഇല്ല, എഡ്യൂക്കേഷൻ കൊടുക്കാൻ ഒരു കാസ്റ്റ് ബാരിയർ ഇല്ല എന്ന് വീണ്ടും വീണ്ടും ഇവിടെ പറയുകയാണ്. അതെന്താണ്, നമ്മൾ ആ ഒരു ഹിന്ദുയിസത്തിൻ്റെ അല്ലെങ്കിൽ ഒരു വേദിക് എഡ്യൂക്കേഷൻ്റെ ബേസിൽ ആലോചിച്ചാൽ നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും. അതുപോലെ തന്നെ എന്താണ്, ഈ ഒരു പബജയിൽ ആ കുട്ടി എടുക്കുന്ന ഓത്താണ് ബുദ്ധം ശരണം ഗച്ഛാമി, ധർമ്മം ശരണം ഗച്ഛാമി, അതുപോലെ തന്നെ എന്താണ് സംഘം ശരണം ഗച്ഛാമി. A Shramana was strictly forbidden to commit violence, speak untruth, take intoxicants. ഇപ്പം എന്താണ്, ഒരു ശ്രാമണി ആയിക്കഴിഞ്ഞാൽ പിന്നെ ആ ഒരു കുട്ടി എന്താണ് പ്യുവർ ആണെന്നാണ് പറയുന്നത്. നുണ പറയാനോ അല്ലെങ്കിൽ എന്തെങ്കിലും വയലൻസ് ചെയ്യാനോ അല്ലെങ്കിൽ എന്തെങ്കിലും മോശമായിട്ടുള്ളത് കഴിക്കാനോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും എന്താണ് ഈ കുട്ടിക്ക് പിന്നെ എന്താണ് പിന്നെ ആ കുട്ടിക്ക് അതിനുള്ള റൈറ്റ് ഇല്ല. പിന്നെ ഒരു കാര്യം പറയുകയാണെങ്കിൽ നിങ്ങൾ എന്താണ് എക്സാമിന് അപ്പിയർ ചെയ്യുമ്പോൾ എപ്പോഴും എന്താണ് ഈ ബുദ്ധം ശരണം ഗച്ഛാമി ഈ ഓത്തൊക്കെ നിങ്ങൾ എന്തായാലും എഴുതി വെക്കണം. എന്താണ് ആ എക്സാം പേപ്പറിൽ എഴുതണം. കാരണം എന്താണ് ഇതൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് എന്താണ് കുറച്ചുകൂടി ഒരു മാർക്ക് സ്കോർ ചെയ്യാൻ നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ പേപ്പർ നോക്കുന്നവർക്ക് കുറച്ചുകൂടി ഒരു മാർക്ക് തരാൻ തോന്നും. കാരണം എന്താണ് ഇതൊക്കെ നിങ്ങൾ എഴുതുമ്പോൾ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചിട്ട് അല്ലെങ്കിൽ ഈ ബുദ്ധിസത്തെക്കുറിച്ചിട്ട് ബുദ്ധിസ്റ്റ് എഡ്യൂക്കേഷനെ കുറിച്ചിട്ട് നല്ല അവഗാഹം ഉണ്ടെന്ന് അങ്ങനെ എക്സാം നിങ്ങളുടെ പേപ്പർ വാല്യൂ ചെയ്യുന്നവർക്ക് തോന്നും. ഓക്കെ, ദി സെറിമണി ഫോർ ഫുൾ അഡ്മിഷൻ വാസ് called Upasambhada. The final ordination could not be performed before the age of 20 years. Generally, after Upasambhada, the Shramana was enjoyed the status of a monk and regarded as fully fledged membership of the order. ഇപ്പം എന്താണ് ഫുൾ അഡ്മിഷൻ എടുക്കുന്നതാണ് ഉപസംബാധ. അതായത് എന്താണ് 20 വയസ്സിന് മുൻപ് എടുക്കുന്നതാണ് ഉപസംബാധ. ഉപസംബാധ കഴിഞ്ഞാൽ ഒരാൾ എന്താണ് ഒരു മോങ്കായി മാറുകയാണ്. പിന്നെ എന്താണ് ജീവിതകാലം മുഴുവൻ ആ ഒരു വ്യക്തി ആ ഒരു മൊണാസ്ട്രിയുടെ പാർട്ടാണ്, ഒരു മോങ്കാണ്. ആ ഒരു സെറിമണിയാണ് ഉപസംബാധ. The chief ideal of Buddhist education was the attainment of nirvana or salvation. എന്താണ് നമ്മളുടെ ബുദ്ധിസ്റ്റ് എഡ്യൂക്കേഷൻ്റെ അൾട്ടിമേറ്റ് എയിം എന്ന് പറയുന്നത് എന്താണ്, അറ്റൈൻമെൻറ്റ് ഓഫ് നിർവാണ ഓർ സാൽവേഷൻ. ദ പ്രൈമറി ഗ്രേഡ് എഡ്യൂക്കേഷൻ എയിംഡ് അറ്റ് ടീച്ചിങ്സ് 3 hours. But the higher education comprises teaching in religion, philosophy, medicine, military science, etc. For choosing different subjects, caste distinction was not a bar. അപ്പം എന്താണ് ബുദ്ധിസ്റ്റ് എഡ്യൂക്കേഷനിൽ 2 ഗ്രേഡ് ഉണ്ട്, പ്രൈമറി ഗ്രേഡും ഹയർ ഗ്രേഡും. പ്രൈമറി ഗ്രേഡിൽ എന്താണ് 3 hours ആണ് പഠിക്കുന്നത്, റീഡിങ്, റൈറ്റിംഗ് ആൻഡ് അരിത്തമെറ്റിക്. ആൻഡ് ഹയർ എഡ്യൂക്കേഷനിലേക്ക് വരുമ്പോൾ എന്തൊക്കെയാണ്, റിലീജിയൻ, ഫിലോസഫി, മെഡിസിൻ, മിലിറ്ററി സയൻസ് ഇതൊക്കെയാണ് പഠിക്കുന്നത്. അപ്പോൾ എന്താണ് ഏത് സബ്ജക്റ്റ് തിരഞ്ഞെടുക്കാനും ആ ഒരു വ്യക്തിക്ക് അധികാരമുണ്ട്. എന്താണ് അതിനൊരു കാസ്റ്റ് ബാരിയർ ഇല്ല. അപ്പോൾ എന്താണ് ബ്രാഹ്മിൺ ആയാൽ മാത്രമാണ് എന്താണ് റിലീജിയൻ പഠിക്കാൻ പറ്റുമായിരുന്നുള്ളൂ, ക്ഷത്രിയക്ക് മാത്രമാണ് മിലിറ്ററി പഠിക്കാൻ പറ്റുമായിരുന്നുള്ളൂ മുൻപ് വേദിക് പീരീഡിലൊക്കെ. അപ്പോൾ ബുദ്ധിസത്തിലേക്ക് വരുമ്പോൾ ഏത് കാസ്റ്റിൽ ഉള്ളവർക്കും ഏത് എഡ്യൂക്കേഷൻ ഏത് സബ്ജക്റ്റ് വേണമെങ്കിലും തിരഞ്ഞെടുക്കാനുള്ള ഫുൾ ഫ്രീഡം ഉണ്ടായിരുന്നു. The method of teaching was mostly oral in nature. The teacher used to teach the students on the basis of telling stories, arranging dialogues. Sometimes debates and discussions were arranged to give idea of the subject matter as well as determination of truth. Subsequently, writing system introduced. Attendance of every monk was compulsory. ഇപ്പം എന്താണ് ഓറൽ മെത്തേഡാണ് ടീച്ചിങ് മെത്തേഡായിട്ട് ഉപയോഗിച്ചിരുന്നത്. ഡിബേറ്റ്സും ഡിസ്കഷൻസൊക്കെ ഇടയ്ക്ക് നോക്കിയിരുന്നു, അവർ ട്രൈ ചെയ്ത് നോക്കിയിരുന്നു. എന്താണ് ഓറൽ മെത്തേഡാണ് ഗുരു പഠിപ്പിക്കുന്നത് അല്ലെങ്കിൽ ആചാര്യ അല്ലെങ്കിൽ ഉപാധ്യായ പഠിപ്പിക്കുന്നത്, ആ ഒരു സ്റ്റുഡൻറ്റ് കാണാതെ പഠിക്കുക എന്നുള്ളത് തന്നെയായിരുന്നു ബുദ്ധിസ്റ്റ് എഡ്യൂക്കേഷനിൽ. പിന്നെ എന്താണ് ഡിബേറ്റ്സും ഡിസ്കഷൻസൊക്കെ ട്രൈ ചെയ്തിരുന്നു. അറ്റൻഡൻസ് കമ്പൽസറി ആയിരുന്നു. The syllabus encompasses the entire collection of works of Buddha Shakyamuni and is called Tripitaka.
This can be classified into 3 categories: Sutra, Vinaya, and Sastra, which emphasize meditation, discipline, and wisdom, respectively. The entire Tripitaka consists of Buddha's teachings, messages, philosophy, and rules for bhikkhus and bhikshunis. ഇപ്പം എന്താണ് സിലബസ് എന്ന് പറയുന്നത് ത്രിപീഠികയാണ്. ത്രിപീഠിക എന്ന് പറയുന്നത് ബുദ്ധ ശാക്യമുനിയുടെ എന്താണ് കളക്ഷൻ ഓഫ് വർക്ക്സ് ആണ്. ആ വർക്ക്സ് ആണ് നമ്മളുടെ എന്താണ് ബുദ്ധിസ്റ്റ് എഡ്യൂക്കേഷനിൽ സിലബസ് ആയിട്ട് എടുത്തിരുന്നത്. ആ ഒരു ത്രിപീഠിക ആ ത്രിപീഠികേനെ 3ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്: സൂത്ര, വിനയ ആൻഡ് ശസ്ത്ര പീഠിക. അതിലെന്താണ് മെഡിറ്റേഷനും ഡിസിപ്ലിനും വിസ്ഡം അതിനെക്കുറിച്ചൊക്കെയാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ എന്താണ് ഇതായിരുന്നു ഈ ത്രിപീഠികയായിരുന്നു സിലബസ്: സൂത്രപീഠിക, വിനയപീഠിക ആൻഡ് ശസ്ത്രപീഠിക. ഈ ഒരു ത്രിപീഠിക എന്ന് പറയുന്നത് ബുദ്ധയുടെ ടീച്ചിങ്സും ബുദ്ധയുടെ മെസ്സേജസും ബുദ്ധയുടെ ഫിലോസഫിയുമായിരുന്നു. അത് എന്താണ് പിന്നെ അതിലെന്താണ് റൂൾസ് എന്താണ് ഭിക്ഷൂസിനും ഭിക്ഷുണീസിനും വേണ്ടിയിട്ടുള്ള എന്താണ് റൂൾസും അല്ലെങ്കിൽ അവർക്ക് വേണ്ടിയുള്ള മെസ്സേജസും ഒക്കെ അടങ്ങുന്നതാണ് ഈ ത്രിപീഠിക. ഈ ഭിക്ഷൂസ് അല്ലെങ്കിൽ ഭിക്ഷുണീസ് എന്ന് പറയുന്നത് സ്റ്റുഡൻസിന് പറയുന്ന പേരാണ് ഭിക്ഷൂസ് അല്ലെങ്കിൽ ഭിക്ഷുണീസ്. അറ്റ് ദ ഇനീഷ്യൽ സ്റ്റേജ് medium of education was mother tongue. Later it included Pali and Prakrit. ഇപ്പോൾ ഒരു മീഡിയം ടീച്ചിങ് മീഡിയം എന്ന് പറയുന്നത് മദർ ടങ് ആണ്. മദർ ടങ്ങിലാണ് ആ ഒരു പ്രൈമറി സ്റ്റേജിലൊക്കെ പഠിപ്പിക്കുന്നത്. അതിനുശേഷം പാലി അല്ലെങ്കിൽ പ്രാകൃത് അവർ അഡോപ്റ്റ് ചെയ്യുന്നു. The four noble truths comprise the essence of Buddha's teachings. അപ്പോൾ എന്താണ് ബുദ്ധിസ്റ്റ് എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോൾ ബുദ്ധയുടെ ടീച്ചിങ്സ് ആണ് നമ്മൾ പറഞ്ഞു. അപ്പോൾ ബുദ്ധയുടെ ടീച്ചിങ്സ് എന്ന് പറയുന്നത് ഈ 4 നോബിൾ ട്രൂത്ത്സിലാണ്, അതിലാണ് ബേസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്താണ് ബുദ്ധിസ്റ്റ് എഡ്യൂക്കേഷൻ പറയുമ്പോൾ ഈ 4 നോബിൾ ട്രൂത്ത്സ് പറയാതെ പറ്റില്ല. കാരണം എന്താണ് ഈ 4 നോബിൾ ട്രൂത്ത്സ് ആണ് ബുദ്ധയുടെ എഡ്യൂക്കേഷനിൽ ബുദ്ധയുടെ ടീച്ചിങ്സ് എന്ന് പറയുന്നത് ഈ 4 നോബിൾ ട്രൂത്ത്സിൽ ബേസ് ചെയ്താണ് നിൽക്കുന്നത്. The 4 noble truths are the following: all earthly life is misery. Desire is the cause of misery. Removal of the desire alone can end unhappiness. അപ്പം എന്താണ് ആ ഒരു 4 നോബിൾ ട്രൂത്ത് എന്ന് പറയുന്നത് എന്താണ് അതിൽ ഫസ്റ്റ് വന്ന് പറയുന്നത് ഈ ലോകത്തിലെ ലൈഫ് എന്ന് പറയുന്നത് ഫുൾ ഓഫ് മിസറി ആണെന്ന് പറയുന്നത്. നമുക്ക് ഭയങ്കര ദുഃഖങ്ങളാണ്. ആ ദുഃഖത്തിന് കാരണം എന്താണ് നമ്മുടെ ഡിസയർ, നമ്മുടെ ആശകളാണ്. അല്ലെങ്കിൽ എന്താണ് നമ്മൾക്ക് എന്തിനോടെങ്കിലുള്ള ഒരു ആർത്തി അല്ലെങ്കിൽ നമ്മുടെ ആശകളാണ് നമ്മളുടെ ആ ഒരു ദുഃഖങ്ങൾക്ക് കാരണം. അപ്പം എന്താണ് നമ്മൾക്ക് നമ്മുടെ അൺഹാപ്പിനെസ് മാറണമെങ്കിൽ എന്ത് വേണം? നമ്മുടെ ആഗ്രഹങ്ങളും അല്ലെങ്കിൽ അത്യാഗ്രഹങ്ങളും എല്ലാം അവസാനിപ്പിക്കണം. അതിനുള്ള ഒരു വഴിയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഒരു 4ാമത്തെ നോബിൾ ട്രൂത്ത് പറയുന്നത് 8 ഫോൾഡ് പാത്ത് നമ്മൾ അഡോപ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾക്ക് എന്താണ് പിന്നെ ഒരിക്കലും നമുക്ക് എന്താണ് ഡിസയേഴ്സ് ഉണ്ടാവില്ല എന്നാണ് പറയണത്. നമ്മൾക്ക് ഡിസയേഴ്സിനെയൊക്കെ സപ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം എന്താ നമ്മളുടെ ഈ ഡിസയേഴ്സാണ് നമ്മൾക്ക് എല്ലാത്തിനും കാരണമെന്നാണ് ബുദ്ധിസത്തിൽ പറയുന്നത്. നമ്മുടെ വിഷമങ്ങൾക്ക് കാരണം നമ്മുടെ ആഗ്രഹങ്ങളാണ്. അപ്പോൾ ഈ ആഗ്രഹങ്ങളെയൊക്കെ നമ്മൾ എന്താണ് സപ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മാർഗ്ഗമാണ് 8 ഫോൾഡ് പാത്ത്. അതേതൊക്കെയാണ് 8 ഫോൾഡ് പാത്ത്? ഇവിടെ പറയുന്നുണ്ട്: റൈറ്റ് ബിലീഫ്, റൈറ്റ് എയിം, റൈറ്റ് സ്പീച്ച്, റൈറ്റ് ആക്ട്, റൈറ്റ് ലീവിങ്, റൈറ്റ് എഫേർട്ട്, റൈറ്റ് അറ്റൻഷൻ ആൻഡ് റൈറ്റ് മെഡിറ്റേഷൻ. ഇതൊക്കെയാണ് ഈ പറഞ്ഞ ഈ കാര്യങ്ങളാണ് എന്താണ് 8 ഫോൾഡ് പാത്തായിട്ട് പറയുന്നത്. ഇത് എന്താണ് ബുദ്ധിസ്റ്റ് എഡ്യൂക്കേഷനിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. കാരണം 4 നോബിൾ ട്രൂത്തിൽ ലാസ്റ്റ് വൺ എന്ന് പറഞ്ഞ 4 നോബിൾ ട്രൂത്തിൽ പറയുന്ന കാര്യമാണ് എന്താണ് ഡിസയേഴ്സ് ആണ് നമ്മുടെ എല്ലാ വിഷമങ്ങൾക്കും കാരണം. അപ്പോൾ നമ്മുടെ ഡിസയേഴ്സിനെ സപ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് എന്താണ് ശരിയായ എയിം, ശരിയായ ചിന്തകൾ അല്ലെങ്കിൽ ശരിയായ വിശ്വാസം അല്ലെങ്കിൽ ശരിയായ സംസാരം, ശരിയായ പ്രവൃത്തി, ശരിയായ ലൈഫ് ലീഡ് ചെയ്യുക എന്നുള്ളത്. അതൊക്കെയാണ് നമ്മളുടെ ആശകളെ സപ്രസ് ചെയ്യാനുള്ളൊരു മാർഗ്ഗമായിട്ട് ബുദ്ധിസ്റ്റ് എഡ്യൂക്കേഷൻ പറയുന്നത്. അപ്പോൾ ഇത്രയാണ് ബുദ്ധിസ്റ്റ് എഡ്യൂക്കേഷൻ. ബുദ്ധിസ്റ്റ് എഡ്യൂക്കേഷനിൽ എപ്പോഴും പറയേണ്ടതാണ് ഒരു കാസ്റ്റ് ബാരിയർ ഉണ്ടായിരുന്നില്ല. എല്ലാവർക്കും എഡ്യൂക്കേഷൻ കൊടുത്ത ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റമായിരുന്നു ബുദ്ധിസ്റ്റ് എഡ്യൂക്കേഷൻ. അപ്പോൾ ഓക്കെ, ബൈ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.